നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെയും തലവന്മാരുമായും നടത്തിയ മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കാനുള്ള സാഹചര്യം വരുന്നത്. ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കിയേക്കും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരും മാപ്പ് നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല. ചർച്ചകൾക്കായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ യമൻ തലസ്ഥാനമായ സനയിൽ എത്തിച്ചിട്ട് 5 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിലാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി യമൻ പ്രസിഡന്റ് നൽകിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. യമനിൽ നിന്നുള്ള ആളുകൾ കൂടി ഉൾപ്പെട്ട സമിതിയാണിത്. എന്നാൽ ഇവർക്ക് ഔദ്യോഗികമായ വധശിക്ഷയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ $20,000 കൂടി, അതായത് ഏകദേശം 16.60 ലക്ഷം ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകൾ ആരംഭിക്കാൻ 2ാം ഗഡുവായാണ് ഈ തുക ആവശ്യപ്പെട്ടത്. നേരത്തെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായി 16.71 ലക്ഷം രൂപ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ ജൂണിൽ നിക്ഷേപിച്ചിരുന്നു. മോചനത്തിനുള്ള ദയാദാനത്തെക്കുറിച്ച് കൂടിയാലോചനകൾക്കായി എംബസി വഴി അക്കൗണ്ട് വഴി $40,000 കൈമാറാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്രത്തോട് അപേക്ഷിച്ചിരുന്നു. ഈ അപേക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുകയും തുടർന്നാണ് ആദ്യ ഗഡു നിക്ഷേപിച്ചത്. ആദ്യ ഗഡുവായി നൽകിയ തുക വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവുകാർ വഴി ശേഖരിച്ചതായിരുന്നു. ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്നറിയാതെ എങ്ങനെയാണ് അടുത്ത ഗഡു ശേഖരിക്കുക എന്നാണ് ധനശേഖരണത്തിന് മുന്നിൽ നിന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ചോദിക്കുന്നത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയെ യമൻ പൗരനായ തലാൽ അബ്ദു മെഹദി കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2017 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ജോലി ആവശ്യാർത്ഥം യമനിലെത്തിയ അവർ ചതിക്കപ്പെടുകയായിരുന്നുവെന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ചർച്ചകളുടെ സമയം കഴിഞ്ഞെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം പറഞ്ഞു. മാപ്പപേക്ഷ ചർച്ചകളുടെ 2ാം ഗഡുവായി നൽകേണ്ട പണം കമ്മിറ്റി യഥാസമയം കൈമാറിയിട്ടില്ല. ഇതോടെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ചർച്ചകളിൽ വിശ്വാസം നഷ്ടമായി. അവസരമുള്ളപ്പോൾ ഉപയോഗിക്കാനായില്ല, ഇപ്പോൾ അവസരം നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയില്ലെന്ന് കണ്ണീരോടെ നിമിഷപ്രിയയുടെ അമ്മയും പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ മോചന വഴികൾ തേടി മാസങ്ങളായി യമനിലാണ് പ്രേമകുമാരി. 2017 തലാൽ അബ്ദുൽ മെഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയത്. വിവാഹശേഷം 2012 നിമിഷപ്രിയ വീണ്ടും യമനിൽ നഴ്സായി പോയത്. ഭർത്താവ് ടോമിയും യമനിൽ ജോലിക്കായി എത്തിയിരുന്നു. യമൻ പൗരൻ തലാൽ അബ്ദുൽ മെഹദിയുടെ പാർട്ട്ണർഷിപ്പിൽ ക്ലിനിക് തുടങ്ങിയതാണ് നിമിഷയുടെ ജീവിതം മാറിമറിയാൻ കാരണമായത്. ക്ലിനിക് ആരംഭിച്ച ശേഷം ഭർത്താവും മകളും നാട്ടിലേക്ക് വന്നെങ്കിലും ഇതിനിടയിൽ യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ നിമിഷയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് നിമിഷ യമൻ പൗരന്റെ കുരുക്കിൽ കുടുങ്ങിയത്. നിമിഷയും യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും തലാൽ അബ്ദുൽ മെഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയാവുകയായിരുന്നു. ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ തലാൽ പിടിച്ചെടുത്തിരുന്നു. ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ടുമായി നിമിഷയും യമൻ വനിതയും രക്ഷപ്പെട്ടത്. എന്നാൽ പോലീസ് പിടികൂടിയ ഇവരെ ജയിലിൽ അടച്ചു. ഇതിനിടെ തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്നും വെട്ടിമുറിച്ച നിലയിൽ ലഭിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു. തലാലിനെ താൻ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന് യമൻ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ നിമിഷയ്ക്ക് കഴിഞ്ഞില്ല. ഇതോടെയാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്കും യമനി വനിതയെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചത്. ഇതിനെതിരെ നിമിഷ നൽകിയ അപ്പീൽ വിചാരണ കോടതി തള്ളുകയായിരുന്നു. പിന്നീട് യമൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും അപ്പീൽ തള്ളി. ഇതോടെയാണ് നിമിഷയുടെ ജീവിതം തന്നെ അപകടത്തിലായത്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുകയുള്ളൂ. ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെ നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു. മരുന്ന് കുത്തിവെക്കാൻ സഹായിച്ച നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.